PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ വാർത്തയിലേക്കാണ്, അപ്ഡേഷനിലേക്കാണ്. PM ശ്രീ പദ്ധതിയിലെ ധാരണാപത്രം മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ കത്തയച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് വിദ്യാഭ്യാസ വകുപ്പ് കത്ത് നൽകിയത്. മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചാണ് കത്തയച്ചത്. ബാക്കി കാര്യങ്ങളൊക്കെ ഉപസമിതി കൂടി തീരുമാനിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ക്യാബിനറ്റ് ചർച്ച ചെയ്തതിന് ശേഷം ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിരുന്നല്ലോ, വിദ്യാഭ്യാസ മന്ത്രി ചെയർമാനായിക്കൊള്ള ഒരു സബ് കമ്മിറ്റി. ആ കാര്യം പത്രസമ്മേളനം നടത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ അവസരത്തിൽ പറഞ്ഞിരുന്നല്ലോ, ഇതിനെ സംബന്ധിച്ചിടത്തോളം തുടർ നടപടികൾ നിർത്തിവെക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തെ രേഖാമൂലം അറിയിക്കുമെന്ന് പറഞ്ഞല്ലോ. അതിപ്പോൾ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. പരമാവധി ഫണ്ട് വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തും. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വിജയമാണ് കണ്ടതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. CPIM കത്തയക്കുമെന്ന് CPIക്ക് അറിയാമായിരുന്നു. RSSന്റെ അജണ്ടയ്ക്കെതിരായ വിജയമാണ് കണ്ടത്. രണ്ട് പാർട്ടികൾക്കും ഈ വഴിയല്ലാതെ മറ്റു വഴികളില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. RSSന്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള NEP-യുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കേൾക്കേണ്ട തീരുമാനമല്ലാതെ മറ്റൊരു തീരുമാനം CPIക്കും CPM-നും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈ വിജയം ഇന്ത്യയിലെമ്പാടും RSSന്റെ വിദ്യാഭ്യാസ രംഗത്തെ നുഴഞ്ഞുകയറ്റ പ്രവണതയ്ക്കെതിരായിട്ടുള്ള വിജയമാണ്. ഓക്കെ, അപ്പം വിവരങ്ങളുമായി വിശദാംശങ്ങളുമായിട്ട് അർജുൻ ചേരുന്നുണ്ട് തത്സമയം. നമുക്കിപ്പം തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ, അപ്പോൾ നേതാക്കളുടെയും മന്ത്രിയുടെയും ഒക്കെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ ഇതിപ്പോൾ CPIയുടെ സമ്മർദ്ദമോ CPM-ന്റെ പിന്നോട്ട് പോക്കോ അല്ല, ഇത് LDFന്റെ വിജയം. സേതു, അങ്ങനെ വിലയിരുത്തുകയാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്ന് വേണം പറയാൻ. എങ്കിൽ കൂടിയും CPI ഉയർത്തിയിട്ടുള്ള സമ്മർദ്ദവും അവരുടെ രാഷ്ട്രീയ വിജയവുമാണ് ഇങ്ങനൊരു പിന്നോട്ട് പോക്കിന് പിന്നിലെന്ന് പറയേണ്ടി വരും. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒപ്പിടുന്നത് SSK ഫണ്ട് അടക്കം വാങ്ങാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നായിരുന്നു സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും വാദം. എന്തായാലും അതിനുശേഷം ഈ പദ്ധതിയിൽ ഒപ്പിട്ടതിന് ശേഷം SSK ഫണ്ടിന്റെ ഒരു 90 കോടിയും മറ്റ് ഫണ്ടായിട്ട് 200 കോടിയോളം രൂപയും സംസ്ഥാനത്തിന് ലഭിച്ചു എന്നുള്ളത് വസ്തുതയാണ്. എങ്കിൽ കൂടിയും ഇക്കാര്യത്തിൽ കടുത്ത എതിർപ്പ് ഇടതുപക്ഷത്തെ മറ്റ് ഘടകകക്ഷികൾ ഉൾപ്പെടെ ഉയർത്തിയതിന് പിന്നാലെയാണ് മന്ത്രിസഭാ യോഗത്തിലും ഇടതുമുന്നണി യോഗത്തിലും ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിക്കുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് പദ്ധതി മരവിപ്പിക്കാനുള്ള നീക്കം നടത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രഖ്യാപനം നടത്തി 2 ആഴ്ച പിന്നിടുമ്പോഴാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുള്ളത്. ഈ പദ്ധതിയുടെ ധാരണാപത്രം റദ്ദാക്കണമെന്നുള്ളതാണ് ഈ കത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ പദ്ധതിയുടെ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് താല്പര്യമില്ല എന്നുള്ളതാണ് ഈ കത്തിലൂടെ സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. എങ്കിൽ കൂടിയും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമാണ്. നമുക്കറിയാം, ഈ ധാരണാപത്രത്തിൽ തന്നെ കൃത്യമായി വ്യക്തമാക്കുന്നത് ഈ പദ്ധതി റദ്ദാക്കാനും അത് മരവിപ്പിക്കാനും ഒക്കെയുള്ള ഉത്തരവാദിത്വം, അധികാരം അത് കേന്ദ്ര സർക്കാരിനും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിനുമാണെന്ന് ധാരണാപത്രത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും സംസ്ഥാനത്തിന് വിയോജിപ്പുണ്ടെങ്കിൽ, വ്യവസ്ഥകളോട് എതിർപ്പുണ്ടെങ്കിലൊക്കെ ഇക്കാര്യത്തിൽ കേന്ദ്രത്തെ സമീപിക്കാമെന്നുള്ള കാര്യം കൂടി ധാരണാപത്രത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടികൾ മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം കേന്ദ്രത്തെ സമീപിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ കേന്ദ്രം അനുമതി നിഷേധിക്കുകയാണെങ്കിൽ കൂടിയും പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടാൽ കൂടിയും സംസ്ഥാനത്തിന് ഇനി നിയമപരമായി നീങ്ങാനുള്ള അവകാശം കൂടി ധാരണാപത്രത്തിലുണ്ട്. ഓക്കെ, ഇപ്പോൾ അർജുനാണ് വിവരങ്ങൾ നൽകിയ തിരുവനന്തപുരത്ത് നിന്ന്. PM ശ്രീ പദ്ധതിയിലെ ധാരണാപത്രം മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാർ.